എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കുറുമയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്കിത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെയൊക്കെ ഇത് സൂപ്പർ ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ബൗൾ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് നമ്മൾ 2 പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇടുന്നത് ഒരു 5 വെളുത്തുള്ളിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 5-10 കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. ഇനി നമ്മൾ കുറച്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 4-5 ഏലക്കായ, പട്ട, ഒരു 3-4 ഗ്രാമ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചട്ടി ചൂടായാൽ ഇത് മുഴുവനും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 5-10 കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു സവാള ഇതിലേക്ക് വലുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നാലും നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി വലിയതായിട്ട് മുറിച്ചിട്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഈ തക്കാളി കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും ഇനി വേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കറിക്കാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. കറി കൂടുതൽ വെള്ളമുള്ള കറിയല്ല കേട്ടോ ഇത്. ഇനി വേണ്ടത് നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ച് ഇത് നമുക്ക് ഒന്ന് തിളക്കുന്നതിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഉപ്പ് പോരെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണേ. ഇപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ടേസ്റ്റി തക്കാളി കുറുമ ഇവിടെ തയ്യാറായേ. അപ്പോൾ വളരെ ടേസ്റ്റുള്ള കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.